കൊണ്ട് കാണിക്കണം കേട്ടാ. ഇതിന്റെ തുടക്കം ഞാൻ പറയാം. ചെറിയൊരു തൊണ്ടയടപ്പും ഒരു ചെറിയ ചുമയും ഒക്കെയാണ്, ഒരു മൂക്കടപ്പും ഒക്കെയാണ്. അപ്പൊ വെറുതെ ഇത് വെച്ചോണ്ടിരിക്കാതെ ആദ്യം തന്നെ കൊണ്ടുപോയി ഇതാക്കിയാൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഇങ്ങനെ മൂഞ്ചിരിക്കണം. ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വരും ഇപ്പൊ പിള്ളേര് പറയുന്നു. ബ്രോ ചുക്കാപ്പി കുടിച്ച് എനിക്ക് ഷുഗർ വന്നു ബ്രോ. ഇത് നേരെ 2-3 സെന്റൻസ് സംസാരിച്ചിട്ട് ഒരു മാസം വായിച്ചു. 2-3 വട്ടം ആന്റിബയോട്ടിക്സ് കഴിക്കണോടാ. ആന്റിബയോട്ടിക്സ് എല്ലാം കഴിക്കുന്നുണ്ട്. എല്ലാം കഴിച്ചിട്ട് ഇത് തന്നെയാണ് സീൻ. ക്ലൈമറ്റ് സീനാണ് ബ്രോ. എടാ ക്ലൈമറ്റ് ഇവിടെ ചൂടറായോ. ഇവിടെ ഒടുക്കത്തെ ചൂടാ. ഈ ചൂടത്ത് എങ്ങനെയാ തൊണ്ട അടയ്ക്കുന്നേ? മനുഷ്യന്റെ സാധനം വരെ വീർത്ത ഉണ്ടാക്കണം. ഒരു വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല വീടിന്റെ. ജോക്കി പിന്നെ സാധനം എന്നല്ലാതെ പിന്നെ ടുട്ടുറുമോ എന്ന് പറയാൻ പറ്റുമോ? ചുക്കാമണി. എന്നാ ചുക്കാമണി അങ്ങനെ പറയാം. അതാ അങ്ങനെയെങ്കിൽ അങ്ങനെ. അശ്വതിയുടെ വീഡിയോ കാണാം. പുതിയ അശ്വതിയുടെ വീഡിയോ കണ്ടു. അശ്വതിയുടെ വീഡിയോ വിഷയമാണ്. ഇത് പ്രശ്നമാണ്. എന്തിന് ഞങ്ങള് കമ്പനി ആയിട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇതിങ്ങനെ പറയുന്നു, പിള്ളേരെല്ലാം പോയി ടാഗ് ചെയ്യുന്നു ഈഗിൾ ഗെയിമിംഗ്. അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചത് എന്നെ പറ്റി? നിങ്ങൾ എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചേ? നിങ്ങൾ എന്നെ പറ്റി എനിക്കറിയാം. നിങ്ങൾ അങ്ങനെയാണോ എന്നെ പറ്റി വിചാരിച്ചേ? അങ്ങനെയാണോ ഞാൻ നേരിട്ട് മെസ്സേജ് അയക്കൂലേ കൊച്ചിന്? ബാബു ഞാൻ ഇതേപോലെ കൊച്ചു റീൽ ഇട്ടപ്പോ ഞാൻ ഇപ്പൊ എന്റെ 2-3 റീല് പോസ്റ്റ് ചെയ്തു. അന്നേരം ഞാൻ ഇങ്ങനെ മെസ്സേജ് അന്നേരം പറഞ്ഞ് തിരിച്ചും ഇങ്ങനെ മെസ്സേജ് നമ്മള് പരിചയപ്പെട്ടു. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനൊക്കെ വളച്ചൊടിക്കണോടാ വിശപ്പ കുരുവി. ഞാൻ വളച്ചൊടിച്ചത് ഞാൻ കാണുന്നുണ്ട്. കണ്ട എല്ലാരും നിന്നെ പറ്റി ഇവിടെ ചാറ്റില്ല. അതേ ലൈവ് ഇട്ടേരണ. ഞാൻ ഡിസ്കോഡ് റോൾസ് കണ്ട തീർത്തത്. എനിക്ക് കാണാതില്ല. ഇട്ടോ എന്തായാലും ഉച്ച കണ്ടില്ല അവന്റെ. ഇതെന്തിന്? സ്കൈ സ്പോർട്സ് ലീഗ് അറ്റ് ത്യാഗരാജ് സ്റ്റേഡിയം ഡൽഹി അറ്റ്ലീസ്റ്റ് വിത്ത് 3 crore പ്രൈസ് പൂൾ. വാട്ട്? എന്താ 3 കോടി പ്രൈസ് പൂളോ? എന്തോ Use this page to list down the events which need to be resumed once battle India comes back. അയ്യോ 3 കോടി പ്രൈസ് പൂളിലൊക്കെ ഇവന്റ് വരുവാണെങ്കിൽ എടേ ഇവിടെ പിള്ളേരെല്ലാം മറ്റേ പഠിക്കാൻ പോണേക്കെ നിർത്തി ഗ്രൈൻഡിങ് തുടങ്ങും കേട്ടാ. ഇവിടെ വിഷയമായിരിക്കും. ഇവിടെ തിരിച്ചു വന്നാ മതി. വരുമ്പോ ഇനി അടുത്ത ഞാൻ ചന്ദ്രനൊക്കെ ഫുൾ ടൈം PUBG ഇപ്പൊ കളിക്കുന്ന PC. അത് PUBG PC അല്ലേ, ഇത് BGMI. അത് PUBG PC, ഇത് BGMI. BGM ഡ്രീമറിനോട് 1v1 കളിക്കണം. തോൽപ്പിക്കുന്നത് ആർക്ക്? ഡ്രീമറിനാ? യെസ് പവറിനെ തോൽപ്പിക്കാനോ? ഞാനും വേറെ ഒന്നും പറയാനില്ല. അയ്യോ ഒരു സെക്കൻഡ്. റൊമാൻറ്റിക് ആണ് കേട്ടോ. ഇതെല്ലാം റൊമാൻസ് ആണ് കേട്ടാ. നിങ്ങളെല്ലാരും അത് മനസ്സിലാക്കണം. ഇത്രയും ബുദ്ധിയില്ലാത്തൊരു പട്ടി. റൊമാൻസ് ഉണ്ടാ മൊത്തം ചിരിയൊക്കെ ഉണ്ടാ. എന്ത് റൊമാൻറ്റിക് അല്ലേ നമ്മ ചന്ദ്രൂടാ. എടാ എന്താടാ ഇതൊക്കെ? അലീനയുടെ ചന്ദ്രന്റെ റൊമാൻസ് അല്ലേ ഇതൊക്കെ? നിങ്ങൾ അങ്ങനെ പുച്ഛിക്കരുത്. എനിക്ക് ആരുടെ ഈഗോ ഒന്നുമില്ല. എനിക്ക് നല്ല കിടല കപ്പിളാണ്, മനസ്സിലായ? ഇത് പാർട്ട് 1 അണ്ണാ. ട്രൂ ലവ് കണ്ട? എന്നെ മറക്കണം പ്ലീസ്. എല്ലായിടത്തും റൊമാൻസ് കേട്ടാ. അങ്ങനെ പറയില്ല സ്കാർലറ്റ്, അത് മറക്കണം പ്ലീസ്.
കാർലറ്റാ കാരണം എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ വരുന്ന അറിയും. എന്തിനാ ഞാൻ അവിടെ പോയി നിൽക്കും ഒരുപാട് തവണ. ഇതിനെന്തിനാ കരയുന്നെ? അല്ല എനിക്ക് മനസ്സിലായോ? എടാ ഈ TKRP ഇപ്പൊ ഒരു വിലയില്ലാത്തത് എനിക്ക് മാത്രമേ ഉള്ളല്ലേ? അല്ലേ? സത്യമല്ലേ? അതിന്റെ ഇടയ്ക്ക് അവന്റെ സത്യം ട്രൂ എനിക്കറിയാം. അത് നീയൊക്കെ പറയുമെന്ന് എനിക്കറിയാം. അതറിയാം. ഇത് ഈ സ്പാം ഞാൻ പ്രതീക്ഷ തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇത് ഞാൻ പ്രതീക്ഷയാണ്. എല്ലാത്തിന്റെ പേര് ഞാൻ തൊട്ടോട്ട് നോക്കുന്നുണ്ട്. നിഞ്ച ചുണ്ണി എന്തിന് ഇതിന്റെ പേര്? എല്ലാത്തിന്റെ പേര് ഞാൻ നോക്കി നോക്കട്ടെ. അല്ലണ്ടാന്ന് ഒരുത്തനെങ്കിലും പറഞ്ഞില്ല. ഒരുത്തൻ പോലും പറഞ്ഞില്ല. ഒരുത്തൻ DJ ചാർലി ഉണ്ടോ? അവനെ മോഡറേറ്റർ ആക്കട്ടെ. പ്രയാഗ് CSK DJ ചാർലി ഉണ്ടോ? നിന്റെ ഞാൻ മോഡറേറ്റർ ആക്കണം. അടുത്ത മാക്സ് ടീച്ചർ സപ്പോസ് രാജു ഹാസ് 2 bananas lay me and my boys. സത്യം കുറെ തൊലിഞ്ഞ ചോദ്യമുണ്ട്. അയ്യോ നൈസ്. ഹലോ അലീന, നിന്റെ അച്ഛൻ പറ്റുന്ന രണ്ടാമത് എത്ര കുട്ടികളുണ്ട്? ഞാൻ അറിയിക്കടാ നിന്നെ. നിങ്ങളാ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഫ്രീഡം കണ്ടാ നിങ്ങള്? എടാ പോടാന്നൊക്കെ വിളിക്കാനുള്ളൊരു അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക. എന്തൊരു കപ്പിൾസ് ആണല്ലേ, കിടിലല്ലേ? ആലീനെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് കപ്പിൾ. എനിക്കിതിലൊന്നും ഒരു വിഷമവും ഇല്ല. ഹലോ അലീന, നിന്റെ അച്ഛൻ പറ്റുന്ന രണ്ടാമത് എത്ര കുട്ടികളുണ്ട്? ഞാൻ അറിയിക്കടാ നിന്നെ അറിയിക്കടാ. ശരി. ദേഷ്യം വിടുമ്പോ അലീനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പറയട്ടെ അമ്മാവൻ പിള്ളേരെ പേരിടുമ്പോഴത്തേക്കും നല്ല പേര് നോക്കിടാം. എന്റെ അച്ഛനല്ലേ, പട്ടിക്കുട്ടികളായിരിക്കും. ഒരെണ്ണം തന്നെ തരണേ. എടി ഇങ്ങനത്തെ ഈ ഒരു ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ പിള്ളേരെ കാര്യമാണെങ്കിൽ പറ്റൂല. ഇപ്പൊ എനിക്ക് കുറച്ച് ബിസിയാ. ഞാൻ കുറച്ച് നടക്കാൻ പോണ കാര്യമില്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കിട്ടി ചൊറഞ്ഞു മേടിച്ചല്ലേ? അത് വേണ്ടത് ആയിരുന്നു ചേട്ടാ. നൈസായിട്ടായിരുന്നു. ഇത് ഏതാ ഒന്നും രണ്ടും പാർട്ടാണോ? ഇത് മനസ്സിലാവണല്ലോ. അത് ഇത് പ്ലേ സാറേ പെറ്റ് ഷോപ്പ് ഉണ്ട് സാറേ. കണ്ണൻ എന്ന് പറഞ്ഞൊരു കൂത്തിപ്പട്ടി ഉണ്ട്. ഒരു പട്ടി ഗ്രൂപ്പ് കണ്ണാപ്പിന്ന് പറഞ്ഞൊരു കൂത്തിപ്പട്ടി ഇറക്കണേ. ദയവ് ചെയ്ത് ആ വണ്ടി ഒന്ന് തിരിച്ചു. വണ്ടി തിരിച്ചു സാറേ. അതായത് ഒരു 2 AR സെറ്റ് ആക്കി സാറേ. നിങ്ങൾ 2 AR കോൺഫിസ്കേറ്റ് ചെയ്ത സാധനം തിരിച്ചു. അപ്പൊ ഞാൻ ഈ സാറിനെ കൊണ്ടുപോകണേ. സാറേ ഞാനിക്കോ അതെവിടെ പോയി അങ്ങനെ പറന്ന് എവിടെയെങ്കിലും കേട്ടാ തരുന്നുണ്ട്. സാർ ഒരു ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. സാർ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. ഓട്ടോറിക്ഷ അല്ലേ പോലീസ് വണ്ടി എടുത്തേ? അറ്റൻറ്റീവായിട്ടുള്ള ആൾക്കൂട്ടം. ഇത് കേട്ടോ ചന്ദ്രന്റെ ഒരു കോമഡി കേട്ടോളെ തരുന്നുണ്ട്. സാർ ഒരു ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. സാർ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. ഓട്ടോറിക്ഷ അല്ലേ പോലീസ് വണ്ടി എടുത്തേ? അതെ സാർ അറ്റൻറ്റീവായിട്ടുള്ള ആൾക്കൂട്ടം. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞപ്പോ പറയാം ഓട്ടോറിക്ഷ അല്ലല്ലോ, മറ്റേ പോലീസ് വണ്ടിയല്ലേ എടുത്തത്. ഇവന്റെ കപ്പിളാർപ്പ് എനിക്കിപ്പോ അങ്ങോട്ട് സഹിക്കണില്ല ചേട്ടാ. എനിക്ക് തീരെ പിടിക്കണില്ല. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നാ നമുക്കതൊരു തീരുമാനമാകാം. എനിക്ക് സത്യം പറയല ഇപ്പൊ സിറ്റിയില് കപ്പിളാർപ്പ് കളിക്കണ ആകെ ഇവൻ മാത്രമാണ് കേട്ടോ. അത് എനിക്ക് എന്തോ ഒരു എനിക്ക് തീരെ എനിക്ക് അസൂയ. നിനക്ക് അസൂയ ഉണ്ടാ?
എനിക്ക് എന്തിനാ അസൂയ? ഇത് കണ്ടിട്ട് അസൂയപ്പെടാൻ എന്തിരിക്കണതില്ല, ഇത് അസൂയൊന്നും അല്ല. പക്ഷെ സത്യയുടെ ക്രിഞ്ച് സാധനം. നമുക്ക് ആർക്ക് വേണേലും എപ്പോ വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അത്. സത്യം പറഞ്ഞ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലെന്ന് പറയൂ ആരെങ്കിലും പറയോ? അയ്യേ, അത്ര അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. അതൊന്നും അല്ല. കണ്ണീര് തുടക്കിട്ടാ ആദ്യം. ബാബു കണ്ണും കണ്ടൂടാ ബാബു. ഓ DJ ചാർലിക്കും പുഷ്പയ്ക്കും താഴെയാണ് ഇപ്പൊ TV ബാബുവിന്റെ TV വാസുവിന്റെ വില എന്നാണ് പിള്ളേർ ഇവിടെ പറയണേ. ഭയങ്കര പ്രശ്നമാണ്. ടയർ ഓർഡർ ചെയ്തിട്ട് എത്ര നാളായി, ഇതുവരെ വന്നില്ല. ഭയങ്കര ക്രിഞ്ചല്ലേ? ഭയങ്കര ക്രിഞ്ച്. ഞാൻ നന്നായി. ഞാൻ ഇന്ന് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാനേ പറ്റൂല്ലോ. ഇത് ഒന്നും പറയല്ല. 3-year-old COD beast. പയ്യൻ വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തേക്കുവാണോ? അല്ലല്ല അതൊന്നുമല്ലോ. എന്റെ അമ്മേ, ഇവനൊക്കെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് എന്തുമായിരിക്കും ഇല്ലേ? വലിയ ടിവിയിലൊക്കെ ഇരുന്ന് കളിക്കും. ടിവിയിലൊന്നും കളിക്കുന്നില്ല. അതേ ചെറുക്കൻ ജയിലിലായിരിക്കും. വലിയ നോക്കിടുന്ന ആരെല്ലാം വെടി വെച്ചിട്ട് ജയിലിൽ പോവില്ലേ ഇവരൊക്കെ? ചന്ദ്രതീയാ രക്ഷിക്കാൻ വന്ന അവൻ എന്നെ കെട്ടി അവിടെ ഇട്ട്. എന്റെ ബാഡിയിൽ സ്കോപ്പ് കിടപ്പുണ്ട്. വെടി വെക്കണ ബുള്ളറ്റിനകത്ത് തീട്ടമേ. നീ ചത്ത ചന്ദ്ര അപ്പിയടാ. അവൻ കൊന്നില്ലല്ലോ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? എന്തോ മാസായിട്ട് ഞാൻ കണ്ടതാ. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ആ കൊന്നതാരെന്ന് മനസ്സിലായ? സുനിമോനെ, ടീംമേറ്റിനെ. സുനി റിവൈവിലിടുന്ന സുനി എഡിറ്റ് ചെയ്യുന്ന ആദ്യം. എന്തിനു പറയണ? ഇതാണ് പബ്ജി കളിക്കാതെ. പബ്ജിയിൽ ടീം ഫയർ ഉണ്ട്, ഭയങ്കര പ്രശ്നമാണത്. Me and my homie who have a dirty mind. എന്തിനു കേട്ടില്ല? ഇത് മറ്റേ പണ്ടുള്ള സുക്കേടാണ് അവന്റെ. ഡോക്കിയുടെ പണ്ടുള്ള സുക്കേടാണത്. പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണത്. അത് ഇത് കൈ എടുക്കണ സാധനമാണ് ഈ സാധനം. ഇത് ഈ ഒരു സാധനം എത്രത്തോളം അടിപൊളിയാന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. അതായത് മനസ്സിലാവും. മാസ്റ്ററിന്റെ സാധനം കിട്ടില്ല. 75 lakh. Any bids? 75 lakh for Noose. Kanimangalam. എന്തിനാ ഇത് ഇന്നലത്തെ ജ്യൂസാ? ഇതാ ജ്യൂസ് അല്ല, അതാരുടെ പേരാ? ഇത് മറ്റേ അഡ്വർടൈസ്മെന്റും ഇവന്റ് മാനേജ്മെന്റിന്റെ കിടന്നപ്പോഴത്തെ സിറ്റിയിൽ സാധനങ്ങളെല്ലാം വിറ്റുപോയാ? എല്ലാം വിറ്റുപോയി. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കാൻ ഒന്നുമില്ല, ബാക്കി എല്ലാം പോയി. ഒന്നുമില്ലല്ലേ? ഒരു 1500 കോലിക്ക് മേടിച്ച മറ്റേ ഗൺ ഷോപ്പ് അവിടെ കിടന്ന് തുരുമ്പെടുക്കണം. ഇനി പുതിയത് മേടിക്കാം. പൈസയും വേണം. 75 lakh for Noose. Kanimangalam. 75 lakh. നമുക്ക് ഇപ്പോഴേ വിളിക്കണ്ട, പയ്യെ വിളിച്ചാൽ. Kanimangalam 75 lakh. 80 lakh. RIP 80 lakh. Kanimangalam. ചാളക്ക് വില പറയണല്ലോ, പറയണ നോക്കിക്കൊള്ള വില. 3 കോടിയാ? അതൊന്നും അല്ല, പോവും.
3,53,00,000. കടുവാക്കൊന്നേൽ 5,43,00,000. 2 തരം 5.5 CR. 5.6 CR. CRK 5.5 CR. കടുവക്കുന്നേൽ 5.6 CR. കടുവാക്കൊന്നേൽ കോടി 60,00,000. 1 തരം. കടുവാക്കൊന്നേൽ 5,60,00,000. 2 തരം. Any more bids? Final call. കടുവാക്കൊന്നേൽ 5,60,00,000. 1 തരം. Sold. അത്രേ ഉള്ളൂ. കടുവാക്കൊന്നേലിന് 5.6 CR. ഇനി ഞാൻ സത്യം പറയട്ടെ, ന്യൂസ് ലാഭം കേട്ടോ, ഞാൻ നിങ്ങളെ പറ്റിച്ചതാ. പറഞ്ഞുള്ളമാര് ന്യൂസിലെ അഡ്വർടൈസ്മെന്റ് അല്ലേ 5 കോടിയല്ലേ? 5,60,00,000, 5.5 കോടി. നമ്മുടെ മൊത്തത്തിലുള്ള ഇത് എത്ര പറയാ ഗ്യാങ് ഫണ്ട്? 4 കോടി. നമ്മുടെയാ? അല്ലേ 4 കോടി ഇല്ലേ? 4 കോടിക്ക് നിന്റെ സാധനം വരെ ചെത്തി വെക്കണം. 4 കോടി പൈസ വരുമോ? 2 കോടി രൂപ പോലും ഇല്ല. 4 കോടി. നന്നായി. ഇവിടെ ആരാണ് മുമ്പേ ചോദിച്ചായിരുന്നു ഇതിന്റെ 11K വ്യൂവേഴ്സ് ഒക്കെ ഇവിടെ പോയെന്ന്. എല്ലാരും വന്നിട്ടുണ്ട് കേട്ടാ. അവനെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തേരും. ഒന്ന് കണ്ടിട്ട് പോണം. ഞാൻ ഇങ്ങനത്തെ ചില്ലറ കേസിലൊന്നും റിപ്ലൈ കൊടുക്കാത്തതാണ്. മോട്ടൽ ഗൈസ് എല്ലാവർക്കും വെൽക്കത്തില്ലേ? ഗൈസ് എല്ലാവർക്കും വെൽക്കത്തില്ലേ? മോട്ടൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, എനിക്ക് എന്ത് അവാർഡ് കിട്ടിയില്ലേലും എന്ത് ഇത് കിട്ടിയില്ലേലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും സ്കൗട്ടായിരിക്കും. അയ്യോ അത് മാറില്ല. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരാളെ നേരിട്ട് കാണുമ്പോൾ ലൈക്ക് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണോ അല്ല ബിഹേവ് ചെയ്യണമൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, അതും കൂടി വിലയിരുത്തിയിട്ടാണല്ലോ, അതും കൂടി ഇതാക്കിയിട്ടാണ് എന്താ ഞാൻ ആ ഒരു ഫേവറേറ്റ് പറഞ്ഞത്. നമ്മളെ അന്തേരിയില്ലേ 5.2 കോടിക്കാട്ടോ ഇന്നലെ വിളിച്ചേ. അന്തേരിയാ? അന്തേരി 5.2 കോടിക്ക് ഒരെണ്ണം എടുത്തു. മറ്റേ എന്തായിരുന്നു ഇവന്റ് മാനേജ്മെന്റ്. അതില് ആഡ് ഉണ്ടെന്ന് പറഞ്ഞ അവന്മാർ എടുത്തത്. അവന്മാരെ അങ്ങനെ പറഞ്ഞു, പിന്നീട് അറിയുന്ന അതിൽ ആഡ് ഇല്ലെന്ന്. ഓഹോ അങ്ങനെ. അണ്ണന്റെ അഭിപ്രായത്തിൽ ബോയ് ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് ബോയ് ഫ്രണ്ട് എന്ന് വിളിച്ചിട്ടും എന്തുവാ അണ്ണന്റെ അഭിപ്രായത്തിൽ ബോയ് ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് ബോയ് ഫ്രണ്ട് വിളിച്ചിട്ടും അടുത്തിട്ട് വരാതെ സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ റോഡിൽ ഉത്സവത്തിന് തുള്ളുന്നത് തെറ്റാണോ? പ്ലീസ് റിപ്ലൈ. അണ്ണന്റെ അഭിപ്രായത്തിൽ ബോയ് ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് ബോയ് ഫ്രണ്ട് വിളിച്ചിട്ടും അടുത്തോട്ട് വരാതെ സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ റോഡിൽ തുള്ളുന്നത് തെറ്റാണോ? തെറ്റാണ്. അവളെ കളഞ്ഞേരെ നീ. പക്ഷെ വരുന്നില്ലെങ്കിലും നീ ഉള്ളപ്പോഴല്ലേടാ, അതോർത്ത് നിനക്ക് സമാധാനിപ്പിക്കാം. അത് സ്ട്രേഞ്ചർ ബോയ്സ്, അത് സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ ബെസ്റ്റ് ആണെങ്കിൽ പിന്നെയും പറയാം. ബെസ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞു വെക്കായിരുന്നു. സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ നിന്ന് തുള്ളണ് നിന്നെ പൊട്ടനാക്കില്ലേ? നീ ആര് ലോക പൊട്ടനാ? അത് ഇവന്മാരൊക്കെ വെള്ളമൊക്കെ അടിച്ച് എന്തൊക്കെ സാധനം വലിച്ചു കയറ്റിയിട്ടായിരിക്കും നിക്കുന്നേ. അതിനെപ്പറ്റി ഒരു ചിന്ത ഉണ്ടോ? സ്ട്രേഞ്ചർ ബോയ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് വലിയ തെറ്റാണ്. ജോക്കി അവനെ അവിടെ മുമ്പിൽ നിർത്തിയിട്ട് സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ ഉത്സവത്തിന് അവൻ ഡാൻസ് കളിച്ചെന്ന്. അവള് ഡാൻസ് അല്ല തുള്ളി. ഡാൻസ് ആണ് പോട്ടെ ജോക്കി, തുള്ളി അവിടെ പോയി അടിച്ച് കറക്കണ്ടേ. ബ്രേക്കപ്പ് ആക്കിയടാ. വേണ്ട ഒഴിവായതാ, ഉപദ്രവിക്കലടാ ശരീരം. നമ്മൾ ആർക്കും ഒരു ഭാരമായി നിൽക്കാതെ ഒഴിവായി പോയാൽ നൈസായിട്ട് ചിരിച്ചോണ്ട്. ഒന്നിടത്ത് ഒരു സിമ്പിൾ കാര്യം പറയാം. നമുക്ക് ഈ ബ്രേക്കപ്സ് കൂട്ടുന്നത് നല്ലൊരു പരിപാടിയാണ്. ഇവിടെ മുടങ്ങാതെ ഇവിടെ ഇരുന്നോളും, എങ്ങും പോകത്തില്ല. വിഷമം മാറാൻ നമ്മളുണ്ട് ഇവിടെ. ഇതിലും വലിയ മാർക്കറ്റിംഗ് ഉണ്ടാ, മനസ്സിലായോ? അതാ മാക്സിമം അത് എൻകറേജ് ചെയ്ത് അറിയാവുന്ന റിയൽ ലൈഫിൽ അറിയാവുന്നതൊക്കെ റിയൽ ലൈഫിൽ അറിയാവുന്നത് എല്ലാം തീർത്ത് വിട്ടേക്കണം കേട്ടാ.
എടാ, ഇവിടെ സിംഗിൾ ആയിട്ടുള്ള എത്ര ഹാപ്പി ആയിട്ടുള്ള പിള്ളേരുണ്ടെന്ന് അറിയാവോ? ഹാപ്പി പിള്ളേർ എത്ര പേര്? കണ്ടമ്പോ ഹാപ്പിയാണ്. കണ്ടമ്പോ ഹാപ്പി ആൻഡ് സിംഗിൾ. കഴിഞ്ഞ മാസമാണ് വായി കിട്ടിയത്. അതിന്റെ ആണ് ഇപ്പൊ സിഗ്മ എന്ന് പറഞ്ഞ നടക്കണ. വന്ന് ഇവിടെ എത്ര പേരാടാ ചാറ്റില് സിംഗിൾ പിള്ളേരെ കൊണ്ട് നിറഞ്ഞടാ. സിംഗിൾ പിള്ളേരെ കൊണ്ട് നിറഞ്ഞ ഹാപ്പി ആയിട്ടുള്ള സിംഗിൾ പിള്ളേരെ. ഹാപ്പി എല്ലാ പുതപ്പും തലാടയൊക്കെ കടിച്ചു പിടിച്ചായിരിക്കും കമന്റ് ഇടണേ. മക്കളെ ഞാൻ സിംഗിൾ ആയിട്ടാ. ഞങ്ങള് ബ്രേക്കപ്പ് ആയി. ഞാൻ സിംഗിളായി. ഞാനില്ല അന്ന് എടുത്തു പറഞ്ഞു ഞാൻ പെട്ടെന്ന് സീനാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തുറന്നു പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാനും അങ്ങനെയാണ്. ഞാൻ സിംഗിളാണ്. സീരിയസ് ആയിട്ട് ഞാൻ സിംഗിളാണ്. ലൈവ് കാണുന്ന ആരെങ്കിലും മിംഗിൾ ആവാൻ താല്പര്യമുള്ള പെൺകുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്താൽ മതി. ഏത്? അതെ, കണ്ണാപ്പിയും കൂടെ. കണ്ണാപ്പി 19 വയസ്സ്. നക്ഷത്രം ഏതാടാ? മകൻ നക്ഷത്രം. ഞാന് എന്താ ഉത്രാടം നക്ഷത്രം. ഇപ്പൊ ഈ വരുന്ന ജൂൺ 22-ാം തീയതി എനിക്ക് 26 വയസ്സാവും. എന്താ അങ്ങനെ ജോലിയൊന്നും വേണമെന്നില്ല. അത്യാവശ്യം ഡിഗ്രി വരെ പഠിച്ച ഒരു കൊച്ചായിരിക്കണം. എന്നെ ഗെയിം ഒക്കെ സ്ട്രീം ചെയ്യാൻ സമ്മതിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാം റെസ്ട്രിക്ഷൻസ് പാടില്ല. നമ്മൾ ആരാധന ഉണ്ട് 1-2 പേരെടുത്ത്. അത് ഇൻസ്റ്റാഗ്രാം റെസ്ട്രിക്ഷൻസ് ഒന്നും പാടില്ല. പിന്നെന്താ അങ്ങനെ വേറെ ഇതൊന്നുമില്ല. വേറെ എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾ രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്യണം. ഞാനുണ്ട്. ചുമ്മാ ഫ്രീ അല്ലേ? നിന്റെ കൊച്ചിനാരും നോക്കപ്പോ. വേണ്ട ക്യാൻസൽ. മകൻ പിറന്ന പുണ്ടേത്. നിന്റെ വാര വല്ല നോക്കാത്ത പോവല്ലെന്ന്. ഓൾഡ് ഈസ് ഗോൾഡ്. ഞാൻ അത് തരാൻ പോകുന്നു. ഇത് വിഷയമായിരുന്നു. ക്യാരക്ടർ സ്വിച്ച് അല്ലായിരുന്നു ഇത്. ക്യാരക്ടർ സ്വിച്ച്. ഇത് പഴയ ലൈവാണ്. ഇത് പഴയ വിഷയമാണിത്. എന്തൊരു തോള കണ്ട് പേടിച്ചു കാണുന്നു. എന്തൊരു അയ്യേ ഇതൊക്കെ ആര് ചെയ്യണേ? എന്റെ അമ്മച്ചി സിമ്പിൾ മനുഷ്യൻ. ചന്ദ്ര ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഭയങ്കര വെപ്രാളം. അമ്മക്കുട്ടി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് വിളിക്കട്ടെന്നും പറഞ്ഞു കട്ട് ചെയ്തിട്ട് പോയി. ചന്ദ്രന്റെ വൃത്തിയോട് പറയല്ലേ? അയ്യോ ഞാൻ ഓർത്തില്ലടി. അവനതിനുള്ള കഴിവില്ലല്ലേ?
ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരെ ഗേൾഫ്രണ്ടാ പറയണേ? എനിക്കിപ്പോ സമാധാനായി. നമ്മള് മൂന്ന് ഒറ്റക്കെട്ടാന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് ഊക്കാൻ പാടില്ല. നാക്കിറങ്ങിയോടാ പട്ടി നിന്റെ. തൊണ്ടവേദനയല്ലേ? വല്ലാത്ത വേദനയല്ലേ? വാസു കൂള് ക്രീമായിട്ട് വെക്കുന്നു ഇപ്പൊ. കൂള് ക്രീം ഒന്നും അല്ലടാ ഇത്, വേറെ കൂൾ ക്രീം. ഇത് മറ്റേ വെതർ തേക്കുന്ന സാധനം എന്തോ ആണ്. ചുണ്ടിലൊക്കെ തേച്ച് കിക്കാവുന്നു. അയ്യേ ക്യൂട്ട് കപ്പിൾസ് കേട്ടാ വീണ്ടും. എടാ ക്യൂട്ട് കപ്പിൾസ്. കലിപ്പനും അല്ല വാസവനും എലിയും കലിപ്പനും കാന്താരിയും കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കളിച്ച അതുപോലെ ആവൂ. എടാ അതുപോലൊക്കെ വരുകൂടാ ഇത്. അതൊരു ക്യൂട്ടാവോ? ഇത് ക്രിഞ്ച്, അത് ക്യൂട്ട്. പണ്ടത്തെ ജന്മത്തിൽ ശകുനി വല്ലതുമായിരുന്നു. ചെറുതായിട്ട് ഇത് വീണ്ടും ഇവര് ഒന്നിക്കണ കണ്ടിട്ട് വേണം ചേട്ടാ എനിക്കൊന്ന് സമാധാനിക്കാൻ. പുതിന ചന്തു പുച്ച വേണ്ട. കട്ട പ്രാങ്ക് ആയിരുന്നു. പ്രാങ്ക് ഫുൾ ഓഫ് പ്രാങ്ക്. പറഞ്ഞു പുതിന പറഞ്ഞു പ്രാങ്ക് ആയിരുന്നു. ഐഡിയ അല്ലേ? കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുമല്ലോ. അല്ല ഇതെന്തിന് ഞാൻ എല്ലാവർക്കും ഒരുമാതിരി തട്ടി കളിക്കാനാണല്ലോ എന്റെ ഈ ഇത്. നമ്മള് പിന്നെ എനിക്ക് എനിക്കിതൊന്നും തീരെ പിടിക്കണില്ല കേട്ടോ, സത്യം പറയാം. എനിക്ക് തീരെ പിടിക്കണില്ല, എനിക്ക് ഇഷ്ടപ്പെടണേ ഇല്ല എനിക്ക് ഇവനെ. എന്താ ഇവിടെ പോസ്റ്റ് ചെയ്തത് ജോക്കി? ഇത് എനിക്ക് തോന്നുന്നു ഞാൻ സിംഗിളാണ്. ഞാൻ അതുപോലെ ഡിസ്കോഡ് ഞാൻ ഇപ്പൊ സിംഗിൾ ആയിട്ടിരിക്കണം. ഞാൻ ഡിസ്കോഡിൽ കയറുന്നത് എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ വേണം. അതിന്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് RP ഒന്നും കാണാൻ എനിക്ക് പറ്റൂല. ഇപ്പോഴേ പറയാ, എനിക്ക് അറിഞ്ഞൂടാ ജോക്കി ഇതൊക്കെ ആരാണ് കൊണ്ടിടുന്നത്, എനിക്ക് പറ്റൂല. അവന് പറ്റത്തില്ല പെണ്ണില്ലാതെ പറ്റത്തില്ല. സത്യം പറഞ്ഞ അവനെ ഗാംഗിലും ബ്ലൈൻഡിലൊന്നും വെച്ചോണ്ടിരിക്കും. അവനെ എടുത്ത് കളാ നോക്കി എന്തിനു വെച്ചേക്കണേ നായൊക്കെ എടുത്ത് കളാ. ബിഗ് ബോസ് മലയാളം സീസൺ 5 പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന പേര് ഈ ഹിപ്സ്റ്റർ ഗെയിമിംഗ് പ്രണവിന്റേതാണ്. ആൾ എന്തായാലും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ബൂട്ട് ക്യാമ്പിൽ നിന്നും പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആളോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസിൽ പോകുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ വെറുതെ പറഞ്ഞതാകാം. കാരണം അത് ഈ വീഡിയോ ഇട്ടേക്കണേ അവൻ എവിടെ പോയത് എനിക്കറിയാം. ഇത് അവരാവശ്യത്തിന് പോയതാണ്. ഇത് കാരണം ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് തുറന്നു പറയാൻ ആർക്കും അനുവാദം ഇല്ലാത്തത് കൊണ്ടാകാം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ എന്നല്ല, എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ 5 എന്തായാലും പ്രണവിനെ എന്തായാലും ഉണ്ടാകുമെന്ന് ഒരു 90% ഞാൻ ഉറപ്പിക്കുന്നുണ്ട് പ്രണവിന്റെ പേര്. ഞാനൊരു കാര്യം പറയാം, ആരൊക്കെ ഈ വട്ടം ബിഗ് ബോസിൽ പോയാലും പാലാസജി സാറിനെ റിജക്ട് ചെയ്ത ബിഗ് ബോസ് ഞാൻ ഈ വട്ടം ബഹിഷ്കരിച്ചു. റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടേക്കുന്നുണ്ട് പുള്ളി, ലൈവ് ഇട്ടേക്കുന്നുണ്ട്. ജോക്കിയാണ് മെയിൻ നെഗറ്റീവ് കളി അവിടുത്തെ. എല്ലാത്തിനും അത് ജോക്കി പോയി കമന്റ് ഇടും, നെഗറ്റീവ് കമന്റ്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ ഗൈസ്, സത്യം പറഞ്ഞാൽ പുള്ളിയുടെ അത് നെഗറ്റീവ് പറയണ കമന്റ് പറയണതാണ് നല്ലത്. പുള്ളിയെ ഓരോരുത്തരും പൊക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് വിഷമം വരാറുണ്ട് കേട്ടാ. സത്യമായിട്ട് എനിക്ക് ചില സമയത്ത് വിഷമം വരാറുണ്ട്. അല്ല അങ്ങനെ താറ്റുന്നതാണ്. പക്ഷെ ഇത് ചേച്ചി ഇത് കേട്ടോ, ഇത് 100% ചേച്ചി ഡിസപ്പോയിന്റഡ് ആവും. ഇത് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് ഭയങ്കര സീനാട്ടോ. ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞ ഞാൻ എന്താ വിളിച്ചാൽ പോകത്തില്ലെന്ന്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മറ്റേ ആർമികളൊക്കെ ക്രിയേറ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതും പോയി നാറിപ്പോവും. ഓൾറെഡി നമുക്ക് കുറെ അവരുള്ളതുകൊണ്ട് അവന്മാർ ഇനിഷ്യലി ആദ്യമേ ആർമി ഉണ്ടാക്കും നമുക്കെതിരെ. സത്യം പറയട്ടെ, നമ്മള് പുഴുക്കും അവിടെ ചെന്ന്. എന്ത് പറയണോ നമ്മള് പോയ മറ്റേ ടാസ്ക് ഒക്കെ നിന്റെ അടുത്ത് മറ്റേ പെൺവേഷം കെട്ടി സാരി കൊടുത്ത് വന്നിരിക്കാൻ പറഞ്ഞാൽ നീ ഇരിക്കുവോ?
ഇല്ല എന്നെ കൊണ്ടൊന്നും പറ്റൂല, സത്യോടെ എന്നെ കൂടെ പോവാ. ഞാൻ പുഴുക്കും അവിടെ ഇരുന്ന്. അവിടെ മാവന്മാര് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്താക്കിയിട്ട് ലൈവ് സ്ട്രീമിൽ വന്നിട്ട് പറയും, നീ മറ്റേ ബിഗ് ബോസ് ഇത് പുറത്തായ പാടമല്ലേടാ എന്ന് പറഞ്ഞാൽ ഞാൻ കമന്റോടെ ഞാൻ കാണാം. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റൂല കേട്ടോ, സത്യം പറയാലോ, എന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല. അത് പറഞ്ഞു തീർന്നപ്പോ വന്ന വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേ. പെൺവേഷം ഗ്യാങ് ലീഡർ അല്ലേ ഇച്ചായൻ? ഓ മൈ ഫക്കിംഗ് ഗോഡ്. ഗ്യാങ് ലീഡർ ഇച്ചായൻ. ഇതാ കോ-ലീഡർ. അല്ല മറ്റേവൻ. ആ കോ-ലീഡർ അല്ലേ, ലീഡർ കൊമ്പനല്ലേ? ഇത് കാറ്. അയ്യോ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ എന്റെ അമ്മോ. ഇവിടെ വാടി ചിതാരി. എന്റെ അമ്മോ ഇജാതിയൊക്കെ. ഇതൊക്കെ കാണണം. ഇതെന്തിന് ഈ തള്ളപ്പോ ഇതൊക്കെ ആയ മിക്സി മോഷണമൊക്കെ ആയ ഗ്രൈൻഡിങ് ഒക്കെ നിർത്തി. ഇവിടെ സാർ ജയിലിപ്പോ സാർ മേഡം എനിക്കറിയത്തില്ലായിരുന്നു. നാളെ പോവാം. ഈ പിഴച്ച തള്ളക്ക് എന്തൊരു ബുദ്ധിയാടാ ഇത്. അല്ല അത് പറഞ്ഞിട്ടില്ലേ, ഇതെങ്ങനെ വന്നതാന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പിന്നെ വരാന്ന് അപ്പഴേ കണ്ടേ. സാർ മേഡം എനിക്കറിയത്തില്ലായിരുന്നു. ഈ തള്ള എടുത്ത് വെക്കുമ്പോ ഒരു രണ്ടടി മാറിക്കണം കേട്ടാ. എല്ലാം അടിച്ചോണ്ടോ നിക്കുന്ന സമയത്ത് സാധനം വെട്ടിക്കളയും ഇവര് കേട്ടാ. ജയിലിൽ നാളെ പോവാന്ന്. ഇതെന്തൊരിത് കാളിയായിട്ടല്ല എനിക്ക് തോന്നിയത്. ദയവായിട്ട് പറയണില്ല. Let's have a candlelight dinner. അത് കൊള്ളാല്ലേ. സേജ് വിഷയമാടാ, സേജ് വിഷയമാണ്. സേജ് കിടല ഏജന്റ്. കണ്ട് അത് ഇനി എന്തു ആവും, അത് എന്തോ ആവുമെന്ന് എനിക്കിനി അറിയാൻ പാടില്ല കേട്ടാ. പക്ഷെ അതിന് ഡാമേജ് ഭയങ്കര ഇതാടാ. 2 ബുള്ളറ്റ് കൊണ്ട് ആള് തീരും, ആ സാധനം തീരും. പക്ഷെ അത് ആംഗിള് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ വിട്ട് ഡിഫ്യൂസ് ചെയ്യിപ്പിച്ചാ. അല്ല ഞാൻ പറയാം ഹാർബർ ഇത് കൊടുക്കത്തെ കോംബോയാ. ഹാർബർ ഇതും ഹാർബറിന്റെ ഷീൽഡ് ഇട്ട് കൊടുക്കുക, പ്ലാന്റ് ചെയ്യിപ്പിക്കുക.
ഗഡല ഐറ്റമാണ്. അല്ല മാത്രമല്ല സ്മോക്കിനകത്തിട്ട് പിടിച്ചാലും അറിയില്ല പെട്ടെന്ന്. ആ ഈ ഒരു സ്റ്റിയറിംഗ് വീലും പുതിയ ഗിയറും ഇത് നമ്മൾ ഓൾറെഡി കണ്ടല്ലേ. ഇത് ത്രസ് മാസ്റ്ററിനെ ജോക്കി POV. ഇതെന്ത് കേസാണ്? ഇതെന്തോ ചെയ്തു പറയട്ടെ, ഒരു കാര്യമില്ല. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്, അല്ല ഞാൻ അവിടെ കിടന്ന് ഫോണിൽ പണിയുവാണ്, അല്ല അവൻ അവിടെ കിടന്ന് ഫോണിൽ പണിയുമായിരുന്നു. ഞാൻ വെറുതെ പോയി അവനെ മെക്കിട്ട് കയറി. മമ്മി താഴെ എന്തോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. മമ്മി വിറകെടുത്തോണ്ട് വന്ന് ഇവ എണ്ണീറ്റ് ഓടി കട്ടില പേടിച്ചൂറി. അയ്യേ, ഞാൻ ആ കട്ടിലെ തന്നെ ധൈര്യത്തോടെ കിടന്നടാ. ഞാൻ നോക്കിയോ POV. ഐ റിമെമ്പർ ഹീറ്റിംഗ് മൈ ബ്രദർ ഫോർ ദ TV റിമോട്ട് അറ്റ് ഹോം. അടിയെടുത്ത് വീണ് കിടക്കുവാ കണ്ടില്ലേ? അവന്റെ ഇവിടെ അവനെ ഈയിടെയായിട്ട് ചെറുതായിട്ട് താടി കളിക്കണം. ഈ സൈഡ് പറിച്ചിഞ്ഞെടുത്ത് ഞാൻ അല്ല പിന്നെ അതാവ തൂത്തോട്ട് പോണേ. പൊട്ടിക്കും. കടിച്ചതല്ല, പറിച്ചിഞ്ഞെടുത്ത് അത്ര എടുത്ത്. എല്ലാവർക്കും എല്ലാ കഴിവും കൂടെ ദൈവം ഒരുമിച്ച് കൊടുക്കില്ലല്ലോ. ഇതാരാ? ഓ പിന്നെ നിധി 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 നിധിയാ? ഞാൻ കോളേജ് പരിപാടിക്കൊക്കെ പോകും പാട്ട് പാടാൻ. കമ്പനിയാ. ഓ പിന്നെ ഇപ്പൊ തന്നെ പാട്ട് പാടല്ലോ. ഈ പാട്ട് ഞാൻ പാട്ട് പാടുമ്പോഴത്തേക്ക് വേറൊരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ ശബ്ദം മാറുവേ. അപ്പൊ അത് മൈൻഡ് ചെയ്യണ്ട. എന്ത് ചെയ്യാൻ പറ്റും? ഹലോ ഹലോ, ഈ സൗണ്ട് ഞാൻ എവിടെയോ നല്ല കേട്ട് പരിചയമുള്ള പോലെ. ഫ്ലാഷ് ബാക്ക്. എന്ത് ചെയ്യാൻ പറ്റൂടാ? ഞാനല്ല ഒരു പാട്ടുകാരനായിട്ട് അവർക്ക് ഞാൻ മാത്രല്ലേ ഉള്ളു. എന്ത് ചെയ്യാൻ പറ്റും? വളരെ കണ്ണാപ്പേ ഞാൻ മൂഞ്ചിയടാ. ഞാൻ മൂഞ്ചിയട്ടാ. എന്താ ഞാൻ ഇത്ര നേരം ഇത് കുത്തിയിടാതെ ഇതാക്കി. ഇത് ഇനി അടിച്ചിറക്കണമെങ്കിൽ ഇത് അടിച്ചിറക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് അടിച്ചിറക്കണേ നീ. ഇറങ്ങ വാ വാ വാ. വാ ഇറങ്ങി വാ. എന്ത് ഇറങ്ങി വാ. വിനീതിന്റെ പാന്റിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഇറങ്ങി വാ. ടക്കുടു ഇറങ്ങി വാടാ. കിട്ടി സാധനം കിട്ടി കാണുമല്ലോ. ക്യാമിൽ ചാർജ് ഉണ്ടോ എന്നറിഞ്ഞൂടാ. ആ ക്യാം സീനായല്ലേ? അത് നീ ഇവിടെ പോകും വേണ്ടി. ഇത് മൊത്തം കാണണ്ടേ? മൊത്തം കാണാം. അതാ ഞാൻ പറഞ്ഞത്. അതെ കുട്ടി എന്റെ കാര്യം കേട്ടത്. സ്പോട്ടിഫൈയിലാണ് എന്റെയാണ് കേട്ടത്. കൺഫേം ആണല്ലേ? കൊള്ളാം. ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് പാടി ആളെ ഇഷ്ടപ്പെട്ടു. ഓ വന്നു പോയോ? ക്യാം വീണ്ടും പോയോ? ഭാഗ്യം അത് കേട്ടില്ല. ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് പാടി ആളെ ഇഷ്ടപ്പെട്ടു. ഓ അത്രേ ഉള്ള. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. പാട്ട് കേട്ട ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ നല്ല വിഷമുണ്ടാവും. പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? അതാ ദൈവം കൊടുക്കില്ലല്ലോ. കണ്ണാ പോട്ടെ, കുഴപ്പമില്ല. സീനില്ല. പ്ലേയിങ് വാലറന്റ് വിത്തൗട്ട് കോൾ ഔട്ട് ഈസ് ഇൻ സ്ട്രെസ് 30 years old. എനിക്ക് ബർത്ത്ഡേ നിങ്ങൾ ആരെങ്കിലും കോള് വിളിക്കും. എനിക്കിത് പറ്റൊന്നുമില്ല. ഞാൻ തള്ളിപ്പോയി ചത്തോളാം. നിങ്ങൾ ആരെങ്കിലും കോള് വിളിക്കുക. നിങ്ങൾ എന്തോ വെച്ചാൽ ചെയ്തോ. എനിക്കിതിനകത്ത് തീരെ താല്പര്യമില്ല. നിങ്ങൾ എന്തോ വെച്ചാൽ ചെയ്തോ. ഡയലോഗ്
ഇത് ചിരിക്കണ മണവാളായിരുന്നു. ചിരിക്കും. നീയൊക്കെ നിനക്കടാ ഇതുവരെ ഒരു മസാജെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക്? അവരിത് ചിരിക്കണവൻ. വയ്യടേ ഒന്ന് കാണാൻ. നീയൊക്കെ ഇരുന്ന് ചിരിക്കേ. ഈ വെടല ഈ സത്യം പറഞ്ഞ ഇവൻ ആ ചെറുക്കനെ ഇട്ട് പീഡിപ്പിക്കുക. അവൻ ഉറങ്ങാൻ കിടന്ന ചന്തിമുഖാനം കേറി അവന്റെ തലമണ്ടയിൽ ഇരിക്കും. സത്യം സത്യം. അവൻ വണ്ടി ഓടിച്ചൊരു വളവ് തിരിഞ്ഞാ പറയും, നീ വാലന്റീന റോസിയാണോ മൈരേനെ പറഞ്ഞ് തലക്കിട്ടൊരടി. ഞാൻ പറയട്ടെ ജോക്കി, ഞാൻ പറയട്ടെ ഇവന്റെ അഹങ്കാരം ഞാൻ പറഞ്ഞുതരാം ജോക്കി. ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവന് അഹങ്കാരം ഇളകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നെഞ്ചത്ത് കയറിയിട്ട് CPR കൊടുക്കും. നെഞ്ചത്ത് കയറി 3 CPR. അപ്പൊ അവൻ റെഡിയാവും. പിന്നെ കുറച്ചു നേരത്തെ ഇത് എന്തോ കാര്യം അറിയാമോ? ഇത് സത്യം പറഞ്ഞ മമ്മി കയറി വന്നതുപോലെ അതിനാ ജോക്കി. ഇവൻ അവിടെ അല്ലല്ല ഇവ കട്ടിലെ കിടന്ന് റീൽസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. 3-4 വട്ടം ഒരേ റീൽസ് തന്നെ പ്ലേ ചെയ്തോണ്ടിരുന്നത്. ആ ശബ്ദം കേട്ടിട്ട് ഇതുവരെ ലോകത്ത് ഇവനെ കണക്കൊരു സത്യസന്ധനെ കണ്ടിട്ടില്ല. സത്യം വിനീതിനെ സത്യസന്ധം പുണ്ടാണ് കേട്ടാ. എന്ത് ചോദിച്ചാലും മമ്മി എന്ത് ചോദിച്ചാലും ഫോൺ വിളിച്ചിട്ടേ അവൻ രാവിലെ എഡിറ്റ് ആയിരുന്നോ? ഓ ഇല്ല ഇപ്പോഴും ഉറക്കവാ. കറക്റ്റ് എന്തുണ്ടോ അതേപോലെ പറയും. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഇവനെ ഇത് കട്ടിലെ കിടന്ന് ഇവൻ ഒരേ റീൽസ് തന്നെ 3 വട്ടം പ്ലേ ചെയ്തോണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോയിട്ട് അവന് CPR കൊടുത്തു. CM അപ്പുറത്തുണ്ട്. CM അപ്പുറത്തുണ്ട്. ഹേ ചന്തിമുഖൻ ഹേ CM ഇവൻ അവിടെ ഞാൻ പോയി CPR കൊടുത്തപ്പോൾ സൗണ്ട് കേട്ടു. മമ്മി വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ വെള്ളം വെച്ചാൽ 10 അറിയുമെന്ന് പറഞ്ഞു. അതാണ് 10 എടുത്തു. ഇത് വിഷയം കേട്ട ഇത്. പക്ഷെ എന്റെ അമ്മു നോക്ക് കിടില സാധനം കേട്ടോ. ഇത് ഒരു രക്ഷയില്ല ബ്രോ. ഇത് എങ്ങനെയാണ് നിന്റെ ഇത് വായിക്കുന്ന? ഹെർഷലെസ്റ്റർ ബ്രോ. അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല. കിടിലൻ സാധനമാണ്. കിടിലൻ ഒന്നും പറയാനില്ല. ഇത് ഞാൻ ഇന്ന് മെസ്സേജ് ചെയ്തേ ഉള്ളൂ. ഞാനിന്ന് ലൈവിലുണ്ടെന്നാ. CM ആരാ? CM ആണ് ബ്ലൂ ഷിഫ്റ്റ്. CM 12.2K വാച്ചിങ് എല്ലാവർക്കും സ്ട്രീം. ഹോമി ആഫ്റ്റർ വാച്ചിങ് നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും വലുത് എന്ന്. സത്യം നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും വലുത്. നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും കിടല എന്ന് വിചാരിക്കും. സത്യം അണ്ടിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ളവരുടെ കാണുന്നത് വരെ. സത്യം അല്ലേ? എല്ലാ കേസിലും അങ്ങനെയൊക്കെ തന്നെയാ. നമ്മളെപ്പോഴും വിശ്വസിച്ചിരിക്കും നമ്മുടെ കയ്യിലുള്ളതാണ് പൊളി, നമ്മുടെ കയ്യിലുള്ളതാണ് കിടില. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളതാണ്. ദാറ്റ്സ് ലൈഫ് ഗൈസ്. അതെ റിയലൈസ് ഇറ്റ്. ഓക്കെ അങ്ങനെ വിശ്വസിച്ചിരിക്കരുത് കേട്ടാ. ദൈവം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഓ ഔട്ട്ലൈൻ കണ്ടപ്പോഴേ മനസ്സിലായി. നൈസറാ പഠിച്ചു തരുന്നേ ഉള്ളൂ. സെറ്റായിട്ട് വരട്ടെ. എടാ നിനക്ക് ഞാൻ റിപ്ലൈ തന്നതാണ്. ഇവനെ റിപ്ലൈ തരുമ്പം ഇവൻ വേറെന്തോ ചോദിക്കും. അന്നേരം വീട്ടിൽ ഞാൻ റിപ്ലൈ കൊടുക്കും. അന്നേരം പിന്നെ അവൻ എന്തോ ചോദിക്കും. അതെങ്ങനെ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരിക്കുക. പിന്നെ 10 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ അടുത്തത് കാണുന്നത്. കിട്ടി. എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ. കേട്ടോ ഏതൊക്കെയാ നമുക്ക് കേൾക്കാം. എന്റെ ഭാര്യ ഭയമില്ലാത്തവളായിരിക്കണം, എന്നെ പോലെ. അത് കുഴപ്പമില്ല. നല്ലൊരു നിബന്ധനയാണ്. പുള്ളിയെ പോലെ ഭയമില്ലാത്തവളായിരിക്കണം. ഇനി എന്റെ 2ാമത്തെ നിബന്ധന. പറ. എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എന്റെ ഭാര്യയ്ക്ക് യാതൊരു തരത്തിലുള്ള ചിന്താശേഷിയും പാടില്ല. എന്തോന്ന്? എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എന്റെ ഭാര്യയ്ക്ക് യാതൊരു തരത്തിലുള്ള ചിന്താശേഷിയും പാടില്ല. യാതൊരു തരത്തിലുള്ള ചിന്താശേഷിയും പാടില്ലെന്നാ? എന്നാ പിന്നെ തനിക്ക് റോബോട്ടിനെ കിട്ടിയ പോരെ. ഇനി 3ാമത്തെ നിബന്ധന. എന്റെ ഭാര്യ സുന്ദരിയായിരിക്കണം, ചെറുപ്പക്കാരിയായിരിക്കണം, ഒപ്പം നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. ഭർത്താവിന് വേണ്ടി ജോലി ചെയ്ത് അവള് ജീവിച്ച് മരിക്കണം. സുന്ദരി, ചെറുപ്പം, ആരോഗ്യം, ഭർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിച്ച് ഡെഡാകണം. ഓക്കെ, ഇതാണ് ഭാര്യമാർ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ജോലിക്ക് പോകണമെന്നോ? ഈ പുള്ളിയോട് ചോദിച്ചോക്കെ. ഈ പുള്ളി പറയാം ഭാര്യ എന്ത് ചെയ്യണമെന്ന്. ജീവിച്ച് മരിക്കണം. പിന്നല്ല മോനെ, പിന്നല്ല.
അടുത്ത നിബന്ധന, വരാൻ പോകുന്ന ഭാര്യയ്ക്ക് എന്റെ ബെഡ്റൂമിലോ മനസ്സിലോ ഒരിക്കലും സ്ഥാനമുണ്ടായിരിക്കില്ല. ബെഡ്റൂമിലും മനസ്സിലൊന്നും സ്ഥാനമുണ്ട്. ഞാനിതിനെ കല്യാണം കഴിക്കല്ല. ഇയാൾ ആര് അംബാനിയാ? ഇത് എന്താ ഉള്ളത്? എനിക്കറിയത്തില്ല. ഈ സീരിയല് പൈസ ഉണ്ടോ ഇയാൾക്ക്? എന്താ സംഗതികളല്ലേ ബെഡ്റൂമിൽ പോലും എടാ മനസ്സിലായ ബെഡ്റൂമിൽ പോലും സാധനം ഉണ്ടാവല്ലോ. ഇനി ഏഴാമത്തെ ഇത് മറ്റേ കളിപ്പുരയുടെ അണ്ണ ഉണ്ടായിരുന്ന അമ്മമ്മയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങേറെ. മറ്റേ സ്വാസിക ഇങ്ങേറെ തമ്മിലുള്ളൊരു സീരിയൽ നിബന്ധന കേൾക്കാനുള്ള ശേഷി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇത്രയും കേട്ടപ്പോ തന്നെ മതി. ഇനിയിപ്പോ ഏഴാമത്തെ നിബന്ധന കേൾക്കാനുള്ള ശേഷി അവർക്കും ഇല്ല, എനിക്കും ഇല്ല. ഇത് കാണുന്ന ആർക്കും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് സന്തോഷിക്കാം, പരസ്പരം താങ്ങും തണലുമായി നടക്കാം. ഇങ്ങനെയുള്ള പാഴ്വിചാരങ്ങളും ഒന്നും ആർക്കും വേണ്ട. ഇത് വേറെ സീരിയലാണ്, സീരിയല്ല. ഇതൊക്കെ തീർന്നിട്ട് വർഷങ്ങളായി. അതാണ് ഞാനും ആലോചിക്കണേ. ഇവ എന്തിനാണ് അങ്ങനെ ഒരു പെണ്ണിനെ എന്തിനാ അവിടെ കൊണ്ടുവരുന്നത്? ഇവന്റെ ഈ പറഞ്ഞ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. അതെന്തോ രുദ്രൻ എടാ, ഇത് എന്തോ അറിയാവോ ഈ സീരിയലിന്റെ പ്രശ്നം എന്താന്ന് പറയാ, ഇവന്റെ ഫാമിലി ബന്ധിപ്പിച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിക്കുക, മനസ്സിലായ? ഇവന് ആൾറെഡി ഒരു ഭാര്യ ഉണ്ട്. അപ്പം വരുന്ന പെണ്ണിനെ ഒരു രീതിയിൽ ഇവൻ സമ്മതിക്കത്തില്ല, മനസ്സിലായ? അല്ല, ഒരു ഭാര്യ ഉണ്ടല്ലോ, പിന്നെ എന്തിന്റെ കുഴപ്പമിന്? എടാ, ഇത് കുടുംബം നിർബന്ധിച്ച് കെട്ടിക്കുന്നതാണ്. സീരിയലിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അല്ല, എന്നോട് ഒരു ഭാര്യ ഉണ്ടല്ലോ, പിന്നെ എന്റെ പൊന്ന് ബാബു, നിനക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല. ഒരു ഭാര്യ എന്റെ വീട്ടുകാരും നിർബന്ധിക്കുന്നില്ലല്ലോ എനിക്കൊരു ഭാര്യ ഉണ്ടായിട്ട്. ഭാര്യയുണ്ട്, പക്ഷെ ഇവൻ ഭയങ്കര പൈസക്കാരനായോണ്ട് ആ ഭാര്യയെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല. അപ്പൊ കുടുംബക്കാര് വേറൊരു പെണ്ണിനെ കൂടെ കൊണ്ടുവന്നിട്ട് പറയും നീ ഇവളെ കൂടെ കെട്ടണോന്ന്. അതിപ്പോ അത് പറ്റത്തില്ല. അപ്പൊ എന്നെ തൊട്ടുകൂടാ, എന്നെ കടിച്ചുകൂടാ, എന്റെ കൂടെ കടന്നുകൂടാ, അല്ല. അപ്പൊ ആ പെങ്കൊച്ചിന്റെ ആഗ്രഹങ്ങളൊക്കെ ആര് തീർക്കും? കല്യാണം കഴിഞ്ഞിട്ട് നീ പോയി തീർക്കും. ആഗ്രഹമായിരുന്നു. ഇങ്ങനത്തെ കോൺസെപ്റ്റ് ശരിയല്ല. ഒന്നും നിങ്ങൾ വിചാരിക്കണ്ടോ, ഇറങ്ങി പൊടി അവിടെ എന്റെ വീട്ടിൽ. ഇതാണ് നിങ്ങൾക്ക് വരാനുള്ള വഴി. ഓക്കെ, ഇതാണ് വഴി. പക്ഷേ എന്റെ നിബന്ധനകൾ പാലിക്കുമെന്ന് എനിക്ക് സത്യം ചെയ്തു തരാൻ നിങ്ങൾ ഈ കുപ്പിച്ചിലിന് മുകളിലൂടെയാണ് നടന്നു വരേണ്ടത്. പിന്നല്ല മോനെ, എന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ടാസ്കുകൾ, ഞാൻ പറയുന്ന നിബന്ധനകൾ ആദ്യം നിങ്ങൾ ശരി വെച്ചിട്ട് പിന്നെ ഏഴാമത്തെ ടാസ്കാണ് അൾട്ടിമേറ്റ് ടാസ്ക്. ഇതിന്റെ കൂടെ മേളിൽ കൂടി നടന്നു വന്നാലും നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ഈ എന്നെ സുന്ദരനും സുമുഖനും സുശീലനും പൈസക്കാരനും ഇതെല്ലാം എന്നെ സ്വന്തമാക്കണമെങ്കിൽ ഇത്രയും നിങ്ങൾ ചെയ്യണം. എനിക്ക് സത്യം ചെയ്തു തരാൻ നിങ്ങൾ ഈ കുപ്പിച്ചിലിന് മുകളിലൂടെയാണ് നടന്നു വരേണ്ടത്. ഇത്രയും മാസ് ഡയലോഗ് ചെയ്യണല്ലോ. ആരെങ്കിലും ഒക്കെ വരണ്ടേയാണ്. ആരെങ്കിലും വരണം. കമോൺ, ആരെങ്കിലും വരൂ പ്ലീസ്. അതാ കേക്കുമായിട്ട് വരുന്നു. അവളെത്തി ദുർഘടമായ പാതയിലൂടെ. ഒരു മനുഷ്യനെ ഏറെ വിടാണ്ട് ഇത്ര നിബന്ധനകളും ഇത്രയും മാസ്റ്റൈലും എടുത്തു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് നാണമുണ്ടോ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ മോന്തൊക്കെ വന്ന് പൊത്താൻ? പുള്ളിയുടെ എല്ലാ വിലയോടെ പോയില്ലേ? ജീവിച്ചു മരിക്കണം. കേക്ക് ഉരുട്ടൊരു നോട്ടമുണ്ട് പുള്ളിയുടെ. എന്റെ അമ്മോ, ഇത്ര ഡിമാൻഡ് പറഞ്ഞിട്ട് അവസാനമേ ചന്തിമുഖനെ പോലെ ഇരിക്കണം. ഒറ്റ മുഖത്ത് കേക്കിന് അറിഞ്ഞാൽ. അയ്യോ, ഗൂഗിളില് ഡെനിം സെർച്ച് ചെയ്യാൻ പോയിട്ട് ദില്ല് വരെ അറിയാതെ അടിച്ചു. അപ്പൊ തന്നെ അണ്ണനെ കിട്ടി. ദിലും ദിനേശും AK ഈഗിൾ ഗെയിമിംഗ് നെറ്റ് വർത്ത് എത്ര? എന്റെ നെറ്റ് വർത്ത് എത്ര? ഈഗിൾ ഗെയിമിംഗ് എക്സ്ട്രീംലി പാഷനേറ്റ് അബൌട്ട് ലിവിംഗ് ഹിസ് മാർക്ക് ഓൺ ദ വെബ് ഓഫ് ഹിസ്
but there were several difficulties on his trip. Electronics. $50,000. His monthly income is reportedly between $50,000 to $60,000. ഒരു മിനിറ്റ് ആ ഈഗിൾ ഗെയിമിംഗ് ആരാ? ഒരു മിനിറ്റ് $50,000 in rupees 40,87,000. എടേ ഇത്ര ഇതെന്റെ ഇതെനിക്ക് മന്ത്ലി ആയിട്ട് ആരെങ്കിലും തന്നാ ഞാൻ ലൈവ് നിർത്തി, ഞാൻ ലൈവ് പോലും വരത്തില്ല. ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളാം. ഞാൻ 2 മാസം തന്നിരുന്നു. എന്റെ അമ്മ ഒരു 2 മാസം തന്നാ മതി. ഒരു 2 മാസം തന്നാ മതി. 2 മാസം ഈ ഒരു 40 ലക്ഷം രൂപ വെച്ച് ഒരു 2 മാസം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നാട് വിട്ട് പോക്കോളാം. ഞാൻ ഇവിടെ പ്രദേശ് ഡി ബ്രിട്ടോ അവൻ ഇരിക്കുന്ന കാർ നോക്കിയേ, റോൾസ് റോയ്സിൽ നിക്കണ്. ഇവന്റെ ആണോ? ഡേ ഇവനെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഒരു 2 മാസം തരാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ ലൈവ് പോലും എടുത്ത കരിയർ ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണേണ്ട വരില്ല. 80 ലക്ഷം രൂപയായിട്ട് ഞാൻ സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കും. എന്റെ അబ్బോ എന്തൊക്കെ കാണണോടെ. അതെ 1-2 കൊച്ചു കുടുംബമൊക്കെ ആയിട്ട് ഞാൻ വല്ല ബാങ്കോക്കിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ മറ്റേ കൂട് കൂട്ടി ജീവിച്ചോളാം. പക്ഷേ സീൻ എടി ഇത് വിഷയം കേട്ടോ, ഇത് ആർട്ടിസ്റ്റിക്സിന്റെ വിഷയം വർക്കായിരുന്നു കേട്ടോ. ഇത് കിടിലം വർക്കായിരുന്നു എന്റെ അമ്മ. പൊളി ആദ്യമായിട്ട് ഒരാളെ നമ്മളെ കാണുമ്പോ അയാളോട് നമുക്ക് ഒറ്റ കാഴ്ചയിൽ ആദ്യത്തെ ആ ഒരു നോട്ടത്തിൽ തന്നെ ഒരു സ്പാർക്ക് അങ്ങോട്ട് തോന്നുകയാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് വീക്ക് ആവുമ്പോ ഞാനായിട്ട് ചെയ്ത് ഉറപ്പിക്കണം. അതൊക്കെ പണ്ടത്തെയാ കഴിഞ്ഞ ആഴ്ചത്തെ 3 ആഴ്ചയായി. ആ ഇതൊക്കെ അൾട്രാ പെയ്ഡ്. എന്റെ മോനെ കണ്ടിട്ടില്ലേ ട്രാൻസിഷൻ പറഞ്ഞ അതൊക്കെ ട്രാൻസിഷൻ. ഇത് കണ്ട വീഡിയോ ബാക്കിയെല്ലാം 2 വട്ടം കാണോ? കാണാം. Nice video. ബ്രോ ഇത് ഞാൻ ആനിമേഷൻ ചെയ്തതാണ്. ക്വാളിറ്റി പോയിരിക്കാൻ ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം എല്ലാവരോടും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയണം. എന്റെ അമ്മേ ഇങ്ങനൊക്കെ വന്നിടത്തും ജീവിക്കണം. ഇതിപ്പോ എന്തോ ചെയ്തതാണ് മറ്റേ ഇല്ലേ മായല്ല ചോക്കി അശ്വതി. അതൊക്കെ ഇത് കൊള്ളാം. പക്ഷെ ഡിസ്കോഡിന്റെ കംപ്രഷൻ ഉണ്ടടാ നന്നായിട്ട്. നല്ല ഭാവിയുണ്ട് പോലെ. ബ്ലെൻഡർ ആയിരിക്കും അല്ലേ? കൊള്ളാം കൊള്ളാവണ്ണ.
എന്റെ പൊന്നോ. എല്ലാരും കൈയടി കൈയടി കൈയടി. എന്റെ പൊന്നോ. എടാ മോനെ നീ ആരാ നീ? എന്റെ അമ്മ ദൈവം. എടാ കിടിലം കേട്ടാ. എന്റെ അമ്മ ഒരു രക്ഷയില്ല ബ്രോ, ഒരു രക്ഷയില്ല. അവന്റെ ഇൻസ്റ്റ ഐഡി ഇതായതാണ് കേട്ടാ. _. ഓ ഇതിനകത്തൊരു 5 _ കൂടെ ചേർക്കടാ നീ. ഇതാകുമ്പോ എളുപ്പമാണ്. _, V _ IO LI _ കമ്പി അല്ലേ. വയലിൻ ബോയ് എന്നാണ്. എല്ലാരും ഗൈസ് ഒന്ന് ഇൻസ്റ്റ ഐഡി ഒന്ന് ഫോളോ ചെയ്യുന്നവരൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബ്രോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കിടില സാധനം, ഒന്നും പറയില്ല. എന്തോ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്. സത്യം. ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ, സത്യത്തില് നീ ആരാ? സത്യമാണ് കേട്ടാ. ഇവന്റെ കാര്യത്തില് ഡുബോർഗിന്റെ കാര്യത്തില് എനിക്ക് അങ്ങനെയാ. ഇവന്മാരെ ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറയാനേ പറ്റത്തില്ല. ദൈവം തമ്പുരാൻ പോലും പറയാൻ പറ്റത്തില്ല ഇവന്മാര് എന്ത് ചെയ്യുമെന്ന്. ഇത് എന്ത് കംപ്രഷൻ ആണോടാ ഇത്? ഇതെങ്ങനെ കാണും ഇത്? കംപ്രഷൻ നമുക്ക് നേരെ പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടോട്ടൊന്നും അറിയാല്ലേ.